അമ്മയും കൂടെ നിൽക്കുമോ? അമ്മയും കൂടെ നിൽക്കുമോ? എന്ന് കുറച്ച് ബാക്കിലോട്ട് പറയൂ. അതായത് നമ്മുടെ പ്രൈസ് അനൗൺസ് ചെയ്തു. 5th പൊസിഷൻ ഷീന സന്തോഷ് ആൻഡ് കെ സന്തോഷ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഷോക്കായി, ഇതെന്താ സംഭവിക്കുന്നതിന്, പ്രാങ്ക് ആണോ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഒരു കണക്ഷൻ പോലെ തോന്നി, ഈ പ്രൈസ് വേണ്ട, കാര്യം അർഹിക്കുന്നൊരു സംഭവം നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് മൈക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ശ്വേത ചേച്ചി ട്രോഫി കൊണ്ട് തരുന്ന സമയത്ത് അമ്മ മൈക്ക് വേണമെന്ന് പറഞ്ഞു. അതിനും പറഞ്ഞു ഞങ്ങൾ ശ്വേത ചേച്ചിയെ അപമാനിച്ചു എന്ന് പറഞ്ഞ കുറേ ചാനലുകാർ. ഞങ്ങൾ എന്താണ് അപമാനിച്ചത്? ചേച്ചി ഇതുകൊണ്ട് വന്നു, ട്രോഫി കൊണ്ട് വന്നു. അപ്പോൾ ഞാൻ തൊഴുതുകൊണ്ട് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മൈക്ക് വേണ്ട എന്ന് ചോദിച്ചാൽ വേണ്ട, മൈക്ക് തരാനെന്ന് പറഞ്ഞിട്ട് മൈക്ക് നമ്മൾ സംസാരിക്കണമല്ലോ വേണ്ടാത്തതിൻ്റെ കാരണം. അപ്പോൾ മൈക്ക് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നെ ഇതിന് ഡയറക്റ്റ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇതിൻ്റെ സൂപ്പർ അമ്മയെന്നുള്ളൊരു പ്രോഗ്രാമാണ്. പക്ഷേ ഇവിടെ നടന്നത് ഡാൻസ് റിയാലിറ്റി ഷോ ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡാൻസ് റിയാലിറ്റി ഷോ ആയിരുന്നു. എല്ലാ എപ്പിസോഡിലും ഒരു ഡാൻസെങ്കിലും ഡാൻസ് മാത്രമായിരുന്നു. അപ്പോൾ എനിക്ക് ഡാൻസ് അറിയാത്ത ഒരാളായത് കാരണം എനിക്ക് ആ ട്രോഫി വേണ്ടാന്ന് പറഞ്ഞ് അത് അത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങളോട് അവരോട് വഴക്കുണ്ടാക്കാൻ പോയിട്ടില്ല, അടിയുണ്ടാക്കാൻ പോയിട്ടില്ല. നമ്മൾ ഇറങ്ങി പോന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഇൻ്റർവ്യൂ എടുത്തത്. ആ ഇൻ്റർവ്യൂവിലാണ് ഇറങ്ങി പോന്ന് കഴിഞ്ഞിട്ട് അവിടെ ബ്രേക്ക് ചെയ്തു, ഷൂട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഡയറക്ടർ വന്ന് ശ്വേത ചേച്ചിയോടും ബാക്കിയുള്ളവരോടൊക്കെ സംസാരിച്ചിട്ടാണ് ശ്വേത ചേച്ചിയുടെ സൈഡിൽ നിന്നുള്ള പോർഷൻ നിങ്ങൾ കേൾക്കുന്നത്. അതായത് ഇവർ എന്താ പറയുക, ഈ വേദിനെ അപമാനിച്ചു, റെസ്പെക്റ്റ് ഇല്ലാതെ ഇറങ്ങിപ്പോയി, അങ്ങനെയൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് പറയിപ്പിച്ചതാണ് ശ്വേത ചേച്ചിനെ. പിന്നെയാണ് ഞങ്ങൾ ഒരു കുറച്ച് ചാനൽസിനകത്ത് അറിയുന്നത് ശ്വേത ചേച്ചിക്ക് വിഷമമായി, അല്ലെങ്കിൽ അവരെ അപമാനിച്ചു, അങ്ങനെയൊക്കെ. നമ്മളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം നമുക്ക് കിട്ടാതിരുന്ന ഒരു സംഭവം നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഇറങ്ങിപ്പോകുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്ന എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ ഈ കലോത്സവത്തിലൊക്കെ നടക്കുന്നത് തന്നെയല്ലേ, എല്ലാ ഇടത്തും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പേരൻസ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, ഫസ്റ്റ് കിട്ടിയില്ല, സെക്കൻഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിനൊന്നും ആർക്കും ഒരു വിഷയം ഉണ്ടാക്കില്ല. ഞങ്ങൾ ട്രോഫി വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലോകം മൊത്തമുള്ള ആൾക്കാർ പിന്നെ നെഗറ്റീവ് വരാനുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് എല്ലാ കാര്യം A to Z നമ്മളവിടെ പോയിട്ടുള്ളതും പിന്നെ ലാസ്റ്റ് വരെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അവർ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ഒരു എഡിറ്റഡ് വേർഷൻ ആയിരുന്നു. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ അവർ പോസ്റ്റ് ചെയ്തു, പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവർ ഡിലീറ്റ് ആക്കി. എന്താണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു പാർട്ടേ ഇല്ലായിരുന്നു. മേ ബി ചാനലിൽ നിന്നുള്ള എന്തെങ്കിലും എന്തോ പറയുന്നത്, എന്തെങ്കിലും പ്രഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും മീൻസ് പൈസ കൊടുക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാവാം അവർ ഡിലീറ്റ് ആക്കി കളഞ്ഞത്. പക്ഷെ നിങ്ങൾ കണ്ടപ്പോൾ ഫുൾ നമ്മളെ നെഗറ്റീവ് സൈഡാണ് മൊത്തം കണ്ടിട്ടുള്ളത്. അഹങ്കാരികളായ അമ്മയും മകളും ഇത് മാത്രമാണ് ഞങ്ങളെ അറിയപ്പെടുന്നത്. അഹങ്കാരികളായ അമ്മയും മകളും ഞങ്ങൾ എന്ത് അഹങ്കാരം കാണിച്ചത്? വേണ്ടാന്ന് പറഞ്ഞതാണ് ഞങ്ങൾ കാണിച്ച അഹങ്കാരം. അവാർഡ് എത്രയോ അവാർഡുകൾ വലിയ വലിയ മഹാന്മാർ നിരസിച്ചിട്ടുണ്ട് ഇല്ലേ, കുറേ പേര് നിരസിച്ചിട്ടുണ്ട്. അതേപോലെ ഞങ്ങളത്ര മഹാനോ അല്ല മഹതികളോ എന്നല്ല പറഞ്ഞത്. എനിക്ക് ജെന്യൂനായിട്ട് തോന്നിയത് മേടിക്കണ്ട, കാരണം അർഹതപ്പെട്ട ഒരു 3 പ്രൈസുകളും കിട്ടാനുള്ളൊരു അർഹത ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ തരും. അപ്പോൾ അത് കിട്ടാനത്തേക്ക് വേണ്ടാന്ന് പറഞ്ഞു. കുറേ ചാനലൊക്കെ വന്നത് ഈ അമ്മയും മോളും അഹങ്കാരികളായ അമ്മയും മോളും. പിന്നെ ഫസ്റ്റ് കിട്ടാത്തതിന് ഇപ്പോഴും എൻ്റെ ചില പോസ്റ്റുകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പല വീഡിയോസിനും എന്താ പറയുക ഫോട്ടോസിൻ്റെയൊക്കെ അടിയിൽ വരുന്നത് ഇവൾക്ക് ഫസ്റ്റ് കൊടുത്ത് വിട്ടേക്ക്, അപ്പോഴേക്കും അവളുടെ അഹങ്കാരം തീർന്നേക്കാം. ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടില്ല. നമുക്ക് ഫസ്റ്റ് കിട്ടാനുള്ള അർഹത ഉണ്ടായിരുന്നു. എല്ലാവരും ക്രൂ മെമ്പേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് ഫസ്റ്റ് ഇവർക്ക് കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ഇവർക്ക് തന്നെയാണ് എന്നുള്ളൊരു ഹോപ്പ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞത്. ഫൈനലി വരെ ഞങ്ങളെ പിടിച്ചു നിർത്തിയതും ഒരു പ്രൈസ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെ ഫൈനൽ വരെ. എൻ്റെ പല പ്രാവശ്യം ഞങ്ങൾ കിറ്റ് ചെയ്ത് പോകാനും കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഫൈനൽ വരെ ഞങ്ങളെ പിടിച്ചു നിർത്തിയത് അതുകൊണ്ടാണ്, ഇന്നത് ഞങ്ങളതുകൊണ്ടാണ്. പക്ഷെ അവിടെ ആ ഫൈനലിൽ കൊണ്ടുവന്നിട്ട് 5ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയ്ക്ക് എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒട്ടും ഞാനും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രായം കൂടുതൽ ഞാനായിരുന്നു ആ കൂട്ടത്തിൽ. മറ്റുള്ളവരെല്ലാം ഡാൻസ് ചെയ്യാറുണ്ട്, എനിക്ക് ഡാൻസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഡാൻസ് പഠിച്ചു. എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ 6.5 ലക്ഷം രൂപ, ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് 6 ലക്ഷം രൂപ മുടക്കി. അതിനെന്താണ് 6.5 ലക്ഷം രൂപ അവർ മുടക്കി, ഇവർക്ക് പിന്നെ 1 ലക്ഷം കിട്ടാത്തത് 6 ലക്ഷം രൂപ മുടക്കി വള്ളച്ചി എന്തൊക്കെയാണ് എന്നെ അപമാനിക്കുന്നത് അറിയാം. നല്ല രീതിയിൽ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ എന്താണ് നടന്നതെന്നുള്ള കാര്യങ്ങൾ അറിയില്ല. നിങ്ങളിപ്പം ഏതെങ്കിലും യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ആരെങ്കിലും കുറച്ച് പേര്
പറയുന്നത് ആരെങ്കിലും കുറച്ച് പേര് പറയുന്നത് മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ. ഇതിന്റെ ബാക്ക് സൈഡിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ നമ്മുടെ സത്യാവസ്ഥ എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ റിയാലിറ്റി ഷോയിലൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണോ പ്രൈസ് കൊടുക്കുന്നത്? ഇപ്പൊ അങ്ങനെയാണ്. ആ ഒരു ചാനലിൽ പല ആൾക്കാരും ഞങ്ങളെ കോൺടാക്ട് ചെയ്തു, ഞങ്ങളിത് മേടിക്കാണ്ട് വന്നപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ സൂപ്പർ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ നടക്കും. അവിടെ ഇത് തന്നെയായിരുന്നു. ലാസ്റ്റിൽ ഭയങ്കര ബഹളം അടിയായിരുന്നു. പക്ഷെ അത് പുറം ലോകത്ത് എത്തിയിട്ടില്ല. അവര് ട്രോഫി വേണ്ടെന്ന് പറഞ്ഞ് കൈ ഉപ്പിട്ടാണ് ഇറങ്ങിപ്പോയി. അവര് ട്രോഫി വലിച്ചെറിയുകയും അവിടെ ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറെ പേരെ അവിടുന്ന് അടിച്ച് പുറത്താക്കുകയും അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടായി. പക്ഷെ അത് പുറത്തേക്ക് വന്നില്ല. കുറെ കണ്ടസ്റ്റൻസ് നമ്മളെ കോണ്ടാക്ട് ചെയ്തു, എന്താ പറയാ, ഞങ്ങൾക്ക് ഇത് പുറത്തേക്ക് പറയണം, അവരുടെ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞങ്ങൾ പ്രോഗ്രാം കണ്ടു. പക്ഷെ അവരൊക്കെ നല്ല എന്താ പറയുക, നല്ല രീതിയിൽ പെർഫോം ചെയ്തവരാണ്. അവരൊക്കെ മാറ്റി നിർത്തിയിട്ട് പ്രൈസ് അനൗൺസ്മെന്റ് ചെയ്തിരിക്കുന്നത്. അത് നടന്നത് ഭയങ്കര ഉടായ്പാണ് പറഞ്ഞത്. ഇനി അടുത്തൊരു ഷോ ഉണ്ട്, സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു. അവരോട് അതിൻ്റെ ആൾക്കാരോട് അതിൻ്റെ ആ കുട്ടികളുടെ പേരൻസിനോടൊക്കെ പറയാനുള്ളത് ഞങ്ങൾക്ക് പറ്റിയ പോലെ ആവും. ഇത്രേ പറയാനുള്ളത്. ഒരു ചാനലിൽ റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഇന്ന ആൾക്ക് പ്രൈസ് കൊടുക്കണം. അത് വെച്ചിട്ടായിരിക്കും അവർ ഓരോന്നും കൊണ്ടുപോകുന്നത്. പിന്നെ ഞങ്ങളെ വിളിച്ചത് നമ്മളൊരു നേരത്തെ ചാനലുണ്ടായിരുന്നു. പിന്നെ അവർക്കൊരു കണ്ടന്റ് ഒരു കണ്ടന്റാണ് വേണ്ടത്. കണ്ടന്റ് ഞങ്ങൾ എന്റർടൈൻമെന്റ് മാക്സിമം. ഞാൻ കുറേ എന്താ പറയുക, ഒരു പൊട്ടത്തിയാണ്, കുറേ പൊട്ടത്തരങ്ങൾ പറയും, കരയും, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കരയും. ലാസ്റ്റ് വരെ എന്നെ കൊണ്ടൊക്കെ അതായിരുന്നു പ്രയോജനം. കരയുമ്പോൾ റേറ്റിംഗ് കൂടും. അതുപോലെ എന്തെങ്കിലും വിഡിത്തരങ്ങൾ പറയുമ്പോൾ റേറ്റിംഗ് കൂടും. പിന്നെ കോമഡി പറയുമ്പോൾ റേറ്റിംഗ് കൂടും. അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. ലാസ്റ്റ് ആ ഷോയിൽ റേറ്റിംഗ് കൂടാനുള്ള ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൺഫെഷൻ റൗണ്ട് ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ കൂടെ. അപ്പോൾ അത് അത്യാവശ്യം വൈറലായി, അതിന് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഈ ഒരു ചാനലിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് തന്നെ ആൾക്കാർ അറിയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവർ നമ്മളെ വെച്ചിട്ട് കുറേ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ലാസ്റ്റ് സെമി ഫൈനലിലാണെങ്കിൽ പോലും നമ്മളെ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ എന്താണ് കിട്ടാൻ പോകുന്നത്. ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് അവരത് ഹിഡനായിട്ട് വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് ഞങ്ങൾക്ക് അത് കിട്ടണ്ടേ, അവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ എലിമിനേഷനിൽ കൊണ്ടിട്ട് ലാസ്റ്റ് അല്ലേ മാർക്കൊക്കെ കുറച്ച്. ഇവിടെ അത് ചോദ്യം ചെയ്തപ്പോൾ പറയുന്നില്ല. പിന്നെ വേറൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് അവർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹിസ്റ്റോറിക്കൽ റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റൗണ്ട് ഉണ്ടായിരുന്നു. അതിനകത്ത് അമ്മ തല ഇറങ്ങി വീഴുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ കേട്ടു. അത് അഭിനയിക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. അത് റിയലായിട്ട് അവിടെ തലയിറങ്ങി വീണതാണ്. ആ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആ ചാനലിൽ നിന്ന് നമുക്ക് തരുന്ന ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി. ബാക്കി കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ പ്രോപ്പർട്ടിയുടെ നമ്മൾ നേരത്തെ തന്നെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ അവർ സെറ്റ് ചെയ്ത് തരുന്ന സംഭവമാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് താജ്മഹലിൻ്റെ ചെറിയൊരു സാധനം, ഒരു ചെറിയൊരു പ്രോപ്പർട്ടി വേണമെന്ന് ഞാൻ നേരത്തെ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ താജ്മഹൽ എന്നും പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക, കണ്ടന്റിന് വേണ്ടിയിട്ട് അവർ ആ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തിട്ട് ചാർമിനാറാക്കി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡാൻസിൻ്റെ ലാസ്റ്റ് അമ്മയ്ക്ക് ഇങ്ങനെ താജ്മഹൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഉള്ളൊരു സീനായിരുന്നു. പക്ഷേ കൊണ്ട് കൊടുത്തത് ചാർമിനാറായി. അത് നമ്മൾ അറിയുന്നില്ല, ഡാൻസിൻ്റെ സമയത്ത് നമ്മളൊന്നും ശ്രദ്ധിക്കത്തില്ല. ജഡ്ജ്മെൻറ്റിൽ നമ്മളിങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കും, ഓക്കെ നമുക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും, ഫുള്ള് കിട്ടും എന്നൊക്കെ. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു, വാട്ടർ ഡാൻസാണ് ചെയ്ത്, അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് താജ്മഹൽ എന്താണെന്ന് അറിയത്തില്ലേ, നിങ്ങളുടെ കയ്യിലുള്ള ചാർമിനാറാണ്. അപ്പോഴാണ് നമ്മൾ ഷോക്കായി, ചാർമിനാറോ ആ സാധനം കണ്ട. പിന്നെ അവർ കുറച്ച് ഡ്രാമ ക്രിയേറ്റ് ആയി നിൽക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് നമ്മൾ അഭിനയമാണ്, നമ്മൾ ഫുൾ ഫേക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സ്വാസികയുടെ ഒരു ഇൻ്റർവ്യൂ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മുൻകരുത്തി അട്ട ഫേക്കായിട്ടാണ് പറയുന്നത്. കാര്യം നമ്മൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. ഗ്രാൻഡ് ഫിനാലിൽ അവർ എന്തൊക്കെയോ പറഞ്ഞ് കാണിച്ചു, ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിലും അവർക്കൊന്നും അറിയാത്ത രീതിയിലൊക്കെ കാണിച്ചു. അവിടെ ഉള്ളവർക്ക് അറിയാം നമ്മളെങ്ങനെയായിരുന്നു പ്രസൻറ്റ് ചെയ്തത്, നമ്മൾ ഇത്രയും നാളത്തെ ജേർണിയിൽ എങ്ങനെയായിരുന്നു ചെയ്തതെന്നുള്ളത്. ബാക്കിയെല്ലാം അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ തന്നെ ഓരോ സ്റ്റോറികൾ